നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഇനി വരാനിരിക്കുന്ന PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് എഫക്റ്റീവായിട്ട് പഠിക്കേണ്ടതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ പഠിച്ച മെത്തേഡ്, ആ മെത്തേഡ് കൊണ്ട് എനിക്കുണ്ടായ ഉപയോഗങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം നമ്മൾ ഈ റീസെൻ്റ് നടന്ന 10th ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെ ഞാൻ തുടങ്ങാം. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നമുക്ക് ആർക്കും ഫെമിലിയർ അല്ലാത്ത, ആർക്കും അങ്ങനെ എളുപ്പത്തിൽ, അതായത് ഒരുപാട് പേർക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്. അതിൽ ഒന്നാണ് ഗുർ ബെണ്ടസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെക്കൻഡ് സ്റ്റേജ് 10th ലെവൽ എക്സാം എഴുതിയവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല ഫെമിലിയർ ആയിരിക്കും. ഗുർ ബെണ്ടസാരി എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കും അത് എഴുതാൻ പറ്റില്ല. ഞാനിവിടെ വീട്ടിൽ നിന്ന് എഴുതി നോക്കിയപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ അത് അറ്റൻഡ് ചെയ്തില്ല, എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ സോഴ്സ് നോക്കിപ്പോയപ്പോഴാണ് +2 ജോഗ്രഫിയിലെ ഒരു ചാപ്റ്ററിൽ നിന്നിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. +2 ജോഗ്രഫിയിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ഇതാണ് ആ ഗുർ ബെണ്ടസാരി എന്ന് പറയുന്ന ആ ഒരു ഭാഗം, പഞ്ചസാര വ്യവസായം. അപ്പം കണ്ടില്ലേ, 10th ലെവൽ എക്സാം ആയിരുന്നു, അതും 10th പ്രിലിംസ് അല്ലേ. നമ്മൾ ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തോ? NCERT, ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, NCERTയിൽ നിന്ന് പോലും 10th ലെവൽ എക്സാംസിന് ചോദിക്കാറുണ്ടത്. ഇത് മെയിൻസ് പോലും ഇല്ല, പ്രിലിമാണ്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് NCERTയിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട്. NCERT അത് 10th ലെവൽ എക്സാം ആയതുകൊണ്ട് NCERT പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ലെന്ന് മനസ്സിലായില്ലേ. ഇതുപോലുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് ആരൊക്കെ അറ്റൻഡ് ചെയ്തു അവരുടെ ആയിരിക്കും റാങ്ക് മേക്കിംഗ്. പ്രിലിംസിനെ സംബന്ധിച്ച് നമുക്ക് റാങ്ക് ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ആ ഒരു കട്ട് ഓഫ് കടന്നു കിട്ടിയാൽ മതി. എന്നിരുന്നാലും നമ്മുടെ മാർക്കിനെ വലുതായിട്ട് സ്വാധീനിക്കും അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ സോഴ്സും കൂടെ നോക്കിപ്പോയിട്ട് ഏകദേശം ആ ഭാഗങ്ങളും കൂടെ ഒക്കെ കവർ ചെയ്യുന്നത് നമ്മൾ ഈ പ്രിലിമാണെങ്കിൽ നമ്മുടെ ആ ഒരു എലിജിബിലിറ്റി ലിസ്റ്റിൽ കടത്തി വിടാനും പിന്നെ മെയിൻസ് എക്സാം ആണെങ്കിൽ നല്ലൊരു റാങ്കിൽ എത്തിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. 10th ലെവൽ എക്സാമിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ SCERT ഫുള്ള് കവർ ചെയ്തിട്ട് NCERTയിലോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. SCERT നല്ല തറവാക്കിയിട്ട് NCERTയിലോട്ട് പോയാൽ മതി. അതായത് SCERT എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവരും 10th ലെവൽ എക്സാമിന് വേണ്ടി പഠിക്കുന്നതായിരിക്കും. അപ്പം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റൻഡ് ചെയ്യും. അപ്പം എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് നമുക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റണം, നമുക്കും സ്കോർ ചെയ്യാൻ പറ്റണം. ബാക്കി ഇനി റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടെ വേണമെങ്കിൽ നമ്മൾ ഈ NCERTയും കൂടെ ചില പോർഷൻസ് നോക്കേണ്ടി വരും. അത് നോക്കേണ്ടത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച പോർഷൻസിൽ നിന്ന് നോക്കുക. അല്ലാതെ ഇപ്പോൾ NCERT ഫുള്ളും ഒന്നും ഇപ്പോൾ SCERT ആണെങ്കിലും A to Z കാര്യങ്ങളൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെയും പഠിത്തം നടത്തേണ്ടത്. അപ്പം ആ ഒരു രീതി എങ്ങനെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറയുന്നത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ പറയുവാണ്. അടുത്തത് 10th ലെവൽ സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ദേശീയ ഹരിത ട്രൈബ്യൂണൽ, നിങ്ങൾക്കൂടെ ക്വസ്റ്റ്യൻ കാണാം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിരോധിച്ച ഖനന പ്രവർത്തനം. അതിൻ്റെ ആൻസർ റാത്ത് ഹോൾ മൈനിങ് ആയിരുന്നു. അതും ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതും ഒരുപാട് പേർക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ വന്നത് NCERT 10th സ്റ്റാൻഡേർഡിൽ നിന്നാണ്. 10th സ്റ്റാൻഡേർഡ് NCERT 10th സ്റ്റാൻഡേർഡ് +1 +2 അല്ല, 10th സ്റ്റാൻഡേർഡ് NCERT ടെസ്റ്റിൽ നിന്നാണ്. ഞാൻ സോഴ്സ് പോയി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 10th സ്റ്റാൻഡേർഡ് NCERTയിൽ നിന്ന് ജോഗ്രഫി ടെക്സ്റ്റിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തോ? അപ്പം നമ്മളിപ്പം ഒരു PSC എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് നമ്മൾ SCERT പഠിക്കുന്നു, +1 +2 NCERT പഠിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് PSC ചോദിക്കുന്നത് എവിടുന്ന? CBSE ടെസ്റ്റ് ചെയ്യുന്നത്. 10th വരെയുള്ള CBSE ടെസ്റ്റുകൾ നോക്കുന്നവർ വിരളമായിരിക്കും, ട്യൂഷൻ എടുക്കുന്നവരായിരിക്കണം. അങ്ങനെ പഠിപ്പിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഈ ഒരു CBSEക്കാരെയൊക്കെ ട്യൂഷനൊക്കെ എടുക്കുന്നവർക്ക് കിട്ടുമായിരിക്കും. പക്ഷേ അല്ലാത്തവർക്ക് കിട്ടാൻ പാടാണ്. അപ്പം ഈ റാത്ത് ഹോൾ മൈനിങ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ വന്ന 10th സ്റ്റാൻഡേർഡ് NCERT ടെസ്റ്റ് ചെയ്യുന്നതാണ്, ജോഗ്രഫി ടെസ്റ്റ് ചെയ്ത്. അപ്പം നമ്മളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നതെന്ന് വെച്ചാൽ SCERT പക്കയാക്കുക. SCERTയിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. SCERT 5 to 10 പക്കയാക്കുക. NCERT +1 +2 പക്കയാക്കുക എന്ന് വെച്ചാൽ ഡിഗ്രി ലെവൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും +1 +2 NCERT നോക്കണം, പ്ലസ് SCERT. അതിനുശേഷം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കുക. അതായത് NCERT തന്നെ CBSE ടെസ്റ്റിൽ നിന്ന് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ, 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡ് ഒക്കെ ഒന്ന് നോക്കുക. ജോഗ്രഫി, എസ്പെഷ്യലി ജോഗ്രഫി, ഹിസ്റ്ററി, ഇങ്ങനെയുള്ള സബ്ജക്ട്സ് വേണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ
റിപ്പീറ്റ് ചെയ്തിട്ടുള്ള NCERT-ന്നോ SCERT-ന്നോ അതൊക്കെ നോക്കേണ്ടത്. പിന്നെ ഞാനൊരു പ്രധാന കാര്യം ഈ ഒരു വീഡിയോയിൽ പറയുകയാണ്. ഞാൻ പുതുതായിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ GK മാത്രമല്ല 100 ക്വസ്റ്റ്യൻസ്, അതായത് വിത്ത് മലയാളം, ഇംഗ്ലീഷ് ആൻഡ് മാത്സ്. അപ്പം ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്കിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിപ്പോൾ ഓൺലൈൻ ട്യൂഷൻസ് ഒക്കെ കുറേ എടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കുറച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്നൊരു പുതിയ ബാച്ച് അല്ലെങ്കിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഒന്നെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും, അല്ലെങ്കിൽ ടെലഗ്രാമിൽ ലൈവ് എടുത്തിട്ടായിരിക്കും. അത് എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കുന്നത് ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ടേ ഞാൻ ഇനി അതിനെപ്പറ്റി തീരുമാനിക്കത്തുള്ളൂ. എന്തായാലും ഇതൊരു പെയ്ഡ് ബാച്ച് ആയിരിക്കും. പെയ്ഡ് എന്ന് വെച്ചാൽ ഒരുപാട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫീ ഒന്നുമല്ല, അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീ ആയിരിക്കും. അതേപോലെ വീക്കിലി ഒരു 3 ക്ലാസ് ആണ് ഞാൻ, 3 or 4, ഇപ്പം ഞാനത് ഷെഡ്യൂൾ ചെയ്തില്ല. വരുന്ന ആളുകളുടെ എണ്ണം അനുസരിച്ച് വേണം ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. ഇപ്പം ഞാൻ നിങ്ങൾ ജസ്റ്റ് അറിയിച്ചതേ ഉള്ളൂ. വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർ, ഞാനൊരു പുതിയ ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ടും ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു ടെലഗ്രാം ചാനലിലോട്ട് ജോയിൻ ചെയ്യുക. ആ ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും ഞാൻ ഈ ഒരു കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഇത്രയും നാളത്തെ ഒരു PSC എക്സ്പീരിയൻസ്, അതിൽ നിന്ന് ലഭിച്ച എൻ്റെ അറിവുകൾ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. അതായത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറും 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറും ഞാനൊരു കോഴ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിസ്കഷൻ എന്ന് വെച്ചാൽ ഡിസ്കസ്ഡ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. ഡിസ്കഷൻ വിത്ത് എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും, അതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് സഹിതം നമ്മൾ ആ സോഴ്സ് പഠിക്കും. ആ സോഴ്സിൽ നിന്ന് പിന്നെ അവിടുന്ന് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഗുർബണ്ടസാരി +2 ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പോർഷനിൽ നിന്ന് ഇനി കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം കവർ ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യണം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതായത് എത്ര പേര് ജോയിൻ ചെയ്യാൻ പോകുന്നു എന്ന് എനിക്കറിയത്തില്ല. അപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നവരുടെ എണ്ണം അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും പറയുന്നത്. അപ്പം ടെലഗ്രാം ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്തേക്കാം. ഓക്കെ. അതേപോലെ 10th ലെവൽ പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ എഴുതിയ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്ന പേര്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സോഴ്സ് ഞാൻ നോക്കിപ്പോയപ്പം എനിക്ക് സ്റ്റാൻഡേർഡ് 8, അതായത് CBSE NCERT ടെസ്റ്റ് 8ാം ക്ലാസ്സുകാരുടെ അവരുടെ ജോഗ്രഫി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്ററിലാണ് ഈ ഒരു കാര്യം കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. എനിക്ക് കിട്ടിയ സോഴ്സ് അതാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് മിൽപ്പ, ഈ മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷി അറിയപ്പെടുന്ന മിൽപ്പ എന്നാണ് അതിലങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ കണ്ടത് അതായിരുന്നു. അപ്പം NCERT ടെക്സ്റ്റ് ബുക്കും ഏതൊക്കെ പോർഷനിൽ നിന്ന് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താലേ അത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് ആ ഒരു കാര്യത്തിലോട്ടാണല്ലോ നമ്മൾ വരേണ്ടത്. ഞാനിപ്പം ഈ റീസെൻ്റ് ആയിട്ട് PSC ചോദിച്ച 2 റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സോഴ്സും NCERT ടെക്സ്റ്റ് ബുക്കാന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതേപോലെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വയ്ക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വയ്ക്കുമ്പം എല്ലാവരും ചെയ്യുന്നത്, ചിലവരൊക്കെ, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ചിലവരൊക്കെ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ പഠിച്ച് പോവുക. പക്ഷെ അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. PSC അങ്ങനെ അതേപോലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ PSC ചോദിക്കുന്ന കുറേ സ്ഥിരം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. പക്ഷേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ട ഒരു ശരിയായ രീതി അതല്ല. നമ്മൾ ആൻസർ, അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്ത് വയ്ക്കുന്നു. ആ ക്വസ്റ്റ്യന് ഒരു ആൻസർ, അത് 4 ഓപ്ഷൻസ് കാണും. ആ 4 ഓപ്ഷനിൽ ഒന്നായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പം ആ ഓപ്ഷൻസ് ആദ്യം ആ ഒരു ക്വസ്റ്റ്യൻ വന്ന സോഴ്സ് ക്വസ്റ്റ്യൻ അതിലൊരു എക്സെപ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണും PSC ചോദിക്കുന്നത്. അപ്പം അതിൻ്റെ സോഴ്സൊക്കെ നമുക്ക് അറിയായിരിക്കും. പക്ഷേ ഇതുപോലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ സോഴ്സ് ആദ്യം കണ്ടുപിടിക്കുക. സോഴ്സ് കണ്ടുപിടിച്ചിട്ട് ആ സോഴ്സിൽ നിന്ന് ഇനി എന്തായാലും PSCയുടെ ശ്രദ്ധ പതിൻ്റെ ഒരു മേഖലയാണത്. അപ്പോൾ അതിൽ നിന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സോഴ്സിൽ നിന്ന് പഠിക്കുക, അതാണ് കറക്റ്റ്. അത് സോഴ്സും കൂടെ പഠിക്കുക. സോഴ്സിൽ നിന്ന് ഇനി PSC ചോദിക്കാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതൊക്കെ ഒന്ന് വായിച്ച് വെക്കുക. അതാണ് ശരിയായിട്ടുള്ള രീതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ട ശരിയായ രീതി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെക്കുക, അതിന് 4 ഓപ്ഷൻ നോക്കുക. അങ്ങനെ ആ ഓപ്ഷൻ
റിലേറ്റഡ് ആയിട്ടുള്ള വല്ല ഫാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പഠിക്കുക. അത് നമുക്ക് എല്ലാം SCRT ടെസ്റ്റ് യൂസ് ഇപ്പോൾ SCRT എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ SCRTയിൽ ആ പോർഷൻ കവർ ചെയ്യാം, അല്ലെങ്കിൽ NCRTയിൽ ആ പോർഷൻ കവർ ചെയ്യാം, അല്ലെങ്കിൽ ഈ റാങ്ക് ഫയൽ ചെയ്ത ആ ഒരു ടിപ്പിക്കൽ ആ ഒരു പാർട്ട് ഉണ്ടെങ്കിൽ ആ ഒരു പോർഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം റാങ്ക് ഫയൽ ചെയ്ത് വായിച്ചു വെക്കാം. അങ്ങനെ പല സോഴ്സ് യൂസ് ചെയ്ത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ നോൺ ജി കെ പാർട്ട് എന്ന് പറയുമ്പോൾ മലയാളം, മാത്സ്, ഇംഗ്ലീഷ് ഏറ്റവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തവർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട 3 മേഖലകളാണ് ഈ ഒരു നോൺ ജി കെ പാർട്ട് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആണ്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചാലേ നമ്മൾ ട്രാക്കിലാവത്തുള്ളൂ. അപ്പോൾ മാത്സ് ഒക്കെ ഒരുപാട് പാടാന്ന് പറയുന്ന ഒരു മസ്റ്റായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചേ പറ്റത്തുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം ഈ തുടങ്ങാൻ പോകുന്ന കോഴ്സിൽ ഞാൻ അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്സിൻ്റെ കാര്യത്തിലും മലയാളത്തിൻ്റെ കാര്യത്തിലും ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു നമ്മൾ മാത്സ് ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വർക്ക് ആൻഡ് ടൈമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചത് എടുത്ത് വെച്ച് നമ്മൾ ചെയ്ത് നോക്കുമ്പം ആ വർക്ക് ആൻഡ് ടൈമിൽ PSC ഏതൊക്കെ രീതിയിൽ ഇനി ക്വസ്റ്റ്യൻ അത് വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് റാങ്ക് ഫയലിൽ കാണും, അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അത് കിട്ടും. അപ്പം ഞാൻ ഇനി ആ കോഴ്സിൽ ചെയ്യാൻ പോകുന്നത് ആ വർക്ക് ആൻഡ് ടൈമിൽ എന്തോ ക്വസ്റ്റ്യൻസ് എല്ലാം ആ ഒരു PSC ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഞാൻ കോഴ്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം ഇനിയിപ്പം കോഴ്സ് എടുത്തില്ലെങ്കിൽ കൂടി നിങ്ങൾ പഠിക്കേണ്ടത് അങ്ങനെ ആയിരിക്കണം. ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇംഗ്ലീഷ് ആണെങ്കിലും അത് തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ട ആ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ എല്ലാ റൂൾസും എടുത്ത് വെച്ചൊന്ന് നോക്കുക. അപ്പോൾ പഠിച്ചവരാണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യുക, പഠിക്കാത്തവരാണെങ്കിൽ പഠിക്കുക. ആദ്യം മുതൽ ആ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ എല്ലാ പോർഷൻസും ഒന്ന് എടുത്ത് വെച്ച് പഠിക്കുക. അപ്പം ആ രീതിയിലൊക്കെ പഠിക്കണം. അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നോട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചോദിച്ച ക്വസ്റ്റ്യനും ആൻസറും അതേപോലെ പഠിച്ച് 100 ക്വസ്റ്റ്യനും പഠിച്ചെടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കേണ്ട ഒരു ശരിയായ രീതി ഇങ്ങനെയാണ്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, കറണ്ട് അഫയേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇതെങ്ങനെയാണ്. ഒരുപാട് ബാക്കിലോട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പം അതിലെ കറണ്ട് അഫയേഴ്സിൻ്റെ റീസെൻ്റ് ആയിട്ട് നടന്നുള്ള കുറേ കാര്യങ്ങളാണ്. പക്ഷേ ചില മേഖലകളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് കാണും. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഈ വർഷത്തെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ തീം ഏതാണ്, അപ്പം നമുക്ക് ഇനി വരുന്ന എക്സാമിന് ആ വർഷത്തെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ തീം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ രീതിയിൽ കറണ്ട് അഫയേഴ്സ് നോക്കണം. അതായത് നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദിച്ചത് ആ ഒരു മേഖലകളൊക്കെ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ഇത് പഠിച്ചെടുക്കാൻ നോക്കണം. മനസ്സിലായില്ലേ? ആ സമയം ചില പ്രത്യേക ഇവൻറ്റുകളൊക്കെ, അതായത് ഇതുപോലുള്ള അല്ലാതെ പ്രത്യേക ചില കാര്യങ്ങളൊക്കെ ആ ഒരു റീസെന്റ് കറണ്ട് അഫയേഴ്സ് ചോദിച്ചു വന്ന് നമ്മൾ ആ സമയത്ത് കറണ്ട് അഫയേഴ്സ് ഒന്നും പഠിക്കണം. അതായത് ഒരു വർഷമോ 2 വർഷമോ ബാക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ആ കറണ്ട് അഫയേഴ്സ് ആ ഒരു ആനുകാലിക സംഭവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പഠിക്കണ്ട. പക്ഷേ ഇതുപോലുള്ള ചില മേഖലകളുണ്ടല്ലോ ചോദിക്കുന്ന വേൾഡ് എൻവയോൺമെന്റ് ഡേ തീം, അല്ലെങ്കിൽ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥി, അങ്ങനെയുള്ള കുറെ ടിപ്പിക്കൽ മേഖലകളുണ്ടല്ലോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കുക. അതങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആ മേഖലകൾ നോക്കിയിട്ട് ആ മേഖലകളിൽ റീസെന്റ് ഇപ്പം കറന്റ്ലി ആരാണ് അല്ലെങ്കിൽ കറന്റ്ലി എന്താണെന്ന് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഞാൻ പഠിച്ച് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും പ്രിലിമും മെയിനും 10th മെയിൻസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പം ഈ ഒരു രീതിയിലൊക്കെ പഠിക്കുക. അല്ലാതെ നമ്മൾ ചുമ്മാ ക്വസ്റ്റ്യനും ആൻസറും വായിച്ച് പോയിട്ടൊന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. പഠിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ടെലഗ്രാം ചാനൽ, നമ്മുടെ പുതിയ ടെലഗ്രാം ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്യുക. അറിയത്തില്ല എത്ര പേര് ഇതിൽ വില്ലിംഗ് ആയിട്ട് വരും എന്ന്, അതായത് എന്നെ വിശ്വസിച്ച് എത്ര പേര് ഇതിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഏറ്റെടുക്കുന്ന ഒരു ജോലി വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. അപ്പം ആ ഒരു രീതിയിലായിരിക്കും ഞാൻ ഈ ഒരു കോഴ്സിനെയും കാണുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും ഞാനൊരു കോഴ്സ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം വില്ലിംഗ് ആയിട്ടുള്ളവരൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. പിന്നെ വില്ലിംഗ് ആയിട്ടുള്ളവർ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യുക. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ടെലഗ്രാം ചാനലിൽ കൂടി തന്നെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കണ്ട കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടായത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതാണ് 25th പിന്നെ ഫെബ്രുവരിയിലും ഒക്കെ 3rd ഉം 4th ഉം സ്റ്റേജ് 10th പ്രിലിംസ് ഉണ്ട്. അപ്പോൾ 10th പ്രിലിംസിന് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ട് ഇനി NCERT പഠിക്കണോ എന്നൊക്കെ പറഞ്ഞ് വെപ്രാളമായിരിക്കും. ഞാൻ ഒരു കാര്യം പറയാം, ഈ ലാസ്റ്റ് മിനിറ്റ് കൊണ്ടുപോയി നിങ്ങൾ NCERT ഒന്നും കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാനൊന്നും പറ്റത്തില്ല.
പിന്നെ ചില ഞാൻ ഈ പറഞ്ഞ ഈ പോർഷൻ ആ ഒരു മേഖലകളൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം, ഉറപ്പില്ല. ഇപ്പം ഈ ചോദിച്ച പോർഷൻ എടുത്തിട്ട് അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇനി വെപ്രാളപ്പെട്ട് NCERT ഫുള്ളിരുന്ന് പഠിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും നിൽക്കണ്ട. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ച് റിവൈസ് ചെയ്തിട്ട് പോയി എക്സാം എഴുതുക, ടെൻഷൻ ഇല്ലാതെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. നിങ്ങളുടെ സപ്പോർട്ടെല്ലാം എനിക്ക് ഉണ്ടാവണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.